അഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വറുത്തരച്ച നെമ്മീൻ കറിയാണ്. അതിനു വേണ്ടി നെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതിലിടാൻ വേണ്ടി 2 തക്കാളി, മുരിങ്ങക്ക വെച്ചിരുന്നു. അതിന് ആദ്യമായി തേങ്ങ വറുത്ത് കൊടുക്കണം. അതിന് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നു. അരമുറി തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങ വറുത്ത് കുറച്ചാകുമ്പോൾ തേങ്ങയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി ചുമന്നുള്ളി, കറിവേപ്പില, കുരുമുളക്, കുറച്ച് ഉലുവ കൂടിപ്പോയാൽ കറി കഴിക്കും, കുറച്ച് പെരിഞ്ജീരകം, പൊടികൾ കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില കുറച്ച് ആവശ്യമുണ്ട്, ആവശ്യത്തിന് വെള്ളം, കൊർക്കാപ്പുളി കുതിരാൻ വെച്ചിരിക്കുന്നു, വെളിച്ചെണ്ണ, രണ്ട് ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയുമാണ് ആവശ്യം. നമുക്ക് അടുപ്പ് കത്തിച്ച് തേങ്ങ ചെറുതായിട്ട് വറുത്തെടുക്കാം. തേങ്ങ ആദ്യം ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുക്കാം. ചെറുതായിട്ട് വറുത്ത് വെള്ളം കളറായതിനു ശേഷം മാത്രമേ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാവൂ. നല്ല രുചിയുള്ള നെമ്മീൻ കറിയാണിത്. തിരുവിയപ്പോൾ തേങ്ങ കൊത്ത് കിടന്നു, അതാണ് ഞാൻ പിറക്കി മാറ്റിയത്. അല്ലെങ്കിൽ അത് മൂത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഇളം ചുമപ്പ് കളറാവുന്നത് വരെയും വെയിറ്റ് ചെയ്യും. തേങ്ങ പകുതി വളർന്നു വന്നപ്പോൾ ഞാൻ ചുവന്നുള്ളിയും കറിവേപ്പിലയും കുരുമുളകും ഉലുവയും എടുത്ത് വെച്ചത് ഇട്ടിട്ടുണ്ട്. അത് വീഡിയോ ഓഫായി പോയതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെയും വറുക്കണം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തെല്ലാം ചേർക്കുന്നു എടുക്കുന്നു എന്നെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇത് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെയും വറുക്കുക. ഇത് ഇച്ചിരി പച്ച തേങ്ങ ആയതുകൊണ്ട്, വിളയാത്ത ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഉണക്ക തേങ്ങയാണെങ്കിൽ വെളിച്ചെണ്ണ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി വറുത്ത് ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് നല്ല ചുമന്ന് വരുമ്പോൾ എടുത്ത് വെച്ചാൽ മതി. പൊടികൾ ഇപ്പോൾ ചേർക്കണ്ട. ആവശ്യത്തിന് മാത്രം പൊടികൾ പിന്നെ എടുക്കുമ്പോൾ ചേർത്താൽ മതി. ഇത് കറി പെട്ടെന്ന് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കറിയാണ്. തേങ്ങ നല്ലോണം വറുത്തൊക്കെ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ വറുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് വരും. നല്ല മണം വരുന്നുണ്ട്. ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും തേങ്ങ വറുക്കുന്നതിൻ്റെ എല്ലാം മണം. തേങ്ങ എല്ലാം നല്ല ചുമന്ന് വരാറായിട്ടുണ്ട്. തേങ്ങ എല്ലാം നല്ല ചുമന്ന് വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല ചുമന്ന് വന്നാൽ, എല്ലാ തേങ്ങയും കിടക്കുന്നതും എല്ലാം ചുമന്ന് വന്നാൽ, മൂത്ത് വന്നാൽ മാത്രമേ കറികൾ 2 ദിവസം വല്ലതും വെക്കണമെങ്കിൽ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുളിച്ചു പോകും. ഈ മഴ സമയത്ത് നല്ല രുചിയായിട്ട് ചോറ് തിന്നാൻ പറ്റിയ ഒരു കറിയാണിത്. തേങ്ങ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഞാൻ ആദ്യമേ വറുത്തപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് വേണം ഒന്ന് വറുത്തെടുക്കാൻ. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് 2-3 മിനിറ്റ് വറുക്കാം.
ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. ഈ കറി ഇന്ന് വെച്ച് നാളെ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. നല്ല മണം വരുന്നുണ്ട് പൊടികളുടെ. നല്ലപോലെ വറുത്ത് തീ കുറച്ച് വെച്ച് വേണം വറുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒന്നാതെ ലെങ്തി അധികം കൂട്ടിയല്ല ഞാനിത് എടുക്കുന്നത്. മുളകും പൊടികളും എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി അടുപ്പ് അണച്ച് വെക്കുക. ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട്, നിങ്ങൾക്ക് ഏത് പുളിയാണോ ഇഷ്ടം ആ പുളി ചേർക്കാം. വാളംപുളിയാണെങ്കിൽ അത് കുറച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുത്താലും നല്ലതായിരിക്കും. ഞാനിവിടെ കുറക്കാപ്പുളിയാണ് എടുത്ത് വെച്ചത്. കുറക്കാപ്പുളി വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് അതിട്ടാൽ അതും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. 2 തക്കാളി ഇടുന്നത് കൊണ്ട് കുറച്ച് പുളി ഇട്ടാൽ മതി. ഇതിനെ അരച്ചു കൊണ്ടുവരാം. തേങ്ങ വറുത്തത് നല്ലപോലെ മയത്തിൽ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ തേങ്ങ വറുത്തപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടായിരുന്നു. തേങ്ങ അത്ര മൂത്തതല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എണ്ണ ചൂടാകുമ്പോൾ 2 കറിവേപ്പില ഇട്ട് കൊടുക്കും. രണ്ടല്ലി ചുവന്നുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഇത് കറിക്ക് നല്ല മണം കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉള്ളിയും കറിവേപ്പിലയും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നേരത്തെ കറി കഴിച്ചു പോകുമ്പോൾ ഞാൻ കുറച്ച് ഉലുവയെ ഇട്ട് കൊടുത്തോളൂ. ഇതിൽ 2 ഉലുവ ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ കറിക്ക് നല്ല മണം കിട്ടും. നിങ്ങൾക്ക് ഉലുവാപ്പൊടി പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1/2 കിലോ നെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. മുരിങ്ങക്കയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നെമ്മീനിൽ മുരിങ്ങക്ക ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം എരിവ് ഇടാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. അധികം എരിവ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ കൊടുക്കാവുന്നതാണ് ഈ മീൻ കറി. ഇവിടെ നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെ ഏത് സ്ഥലത്താണോ അവിടെ നല്ല മഴ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങൾ ഈ വറുത്തരച്ച കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ചു വച്ചിരിക്കുന്ന ഈ മിക്സ് ഇട്ട് കൊടുക്കും. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും. നല്ലവണ്ണം ഇളക്കി കൊടുക്കും. നല്ല എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ തേങ്ങ വറുക്കണ സമയത്ത് എണ്ണ ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. ഇനി ഇത് കുറച്ച് നേരം തിളപ്പിക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും.
ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം തിളപ്പിക്കണം. എടുത്തു വച്ചിരിക്കുന്ന കൊറക്കാപ്പുളി ഇട്ട് കൊടുക്കുക. ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്ന കുടംപുളിയാണിത്. കുറച്ച് നേരം അടച്ചു വെച്ച് തിളപ്പിക്കും. കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മുരിങ്ങക്കയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ച മീനും ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. തീ കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. മൂടി ഇങ്ങനെ പകുതി തുറന്ന് വെച്ച് വേവിക്കാം. നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതിൽ കുറച്ച് ഒരു അര ഗ്ലാസ് കൂടെ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ കട്ടിയായിട്ടിരിക്കണം. ഇനി കുറച്ചുകൂടെ തിളച്ച് മുരിങ്ങക്കയും വെന്തതിന് ശേഷം കറി ഓഫ് ചെയ്യാം. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി ഉപ്പ് എത്രയാണ്, ഉപ്പ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല രുചിയുള്ള നെമ്മീൻ വറുത്തരച്ച കറിയാണിത്. ചോറിൻ്റെ കൂടെ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കറിയാണിത്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 തവണ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി എണ്ണ തെളിയാൻ വേണ്ടി ഞാൻ ഇടുകയാണ്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വെച്ച് ഒന്ന് കറക്കി കൊടുക്കണം. ഒരുപാടിട്ട് ഇളക്കരുത്, കറി കലങ്ങിപ്പോവും. പുളിയും എരിവും ഉപ്പും എല്ലാം കറക്റ്റിനുണ്ട്. ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില മുകളിൽ വിതറി അടുപ്പണക്കാവുന്നതാണ്. എരിവ് കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. കുറച്ച് നേരം മുരിങ്ങക്ക വേവുന്നതിന് വേണ്ടി അടച്ചു വെച്ചൊന്ന് വേവിക്കണം. വറുത്തരച്ച നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കൊറക്കാപ്പുളിയാണ് ഇട്ടിരിക്കുന്നത് കൊണ്ട് പുളി അധികമായിട്ട് തോന്നിയാൽ ആ കൊറക്കാപ്പുളി എടുത്ത് കളയണം കറിയിൽ നിന്ന്. അല്ലെങ്കിൽ പുളി ഒരുപാടായിപ്പോയാൽ കറി വായിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് കുറച്ച് നാളെയൊക്കെ ആകുമ്പോൾ നല്ല പുളി ഇറങ്ങും. അതുകൊണ്ട് ഇന്ന് കൂട്ടിയതിന് ശേഷം പുളി പിറക്കി കളയേണ്ടതായിട്ട് വരും. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ബാച്ചിലേഴ്സിനും എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടി സമയമെടുത്താണെങ്കിലും ചെയ്തു വെച്ചാൽ 2 ദിവസം എടുക്കാൻ പറ്റും. നല്ല രുചിയുള്ള കറിയാണ്. വെച്ച് എടുക്കും തോറും നല്ല ടേസ്റ്റ് കൂടിക്കൂടി വരുന്ന കറിയാണിത്. വറുത്തരച്ച നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യുക. അടുപ്പ് ഓഫ് ചെയ്തിട്ടും കറി നല്ല തിളച്ച് വരുന്നത്. മൺചട്ടിയിൽ വെക്കുന്നതാണ് ഇത് വളരെ രുചി. മൺചട്ടിയിൽ വെക്കുന്നത് കൊണ്ടാണ് ഇത് നല്ലപോലെ ഇങ്ങനെ തിളച്ചിരിക്കുന്നത്. അടച്ചു വെക്കും.